അഭിമന്യു വധക്കേസിൽ വിചാരണ നീട്ടാനുള്ള നീക്കങ്ങൾ തുടർന്ന പ്രതിഭാഗം കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന പ്രതികളുടെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. കേസിലെ 16 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം. അധിക കുറ്റം വായിച്ചു കേൾക്കാൻ കഴിഞ്ഞ ദിവസം ഹാജരാകാതിരുന്ന പ്രതികൾക്ക് ഇന്നും ഹാജരായില്ലെങ്കിൽ വാറണ്ട് ഉണ്ടാകും. ജിജീഷാണ് വിവരങ്ങൾ നൽകുന്നത്. ജിജീഷ, പല തവണയായി കേസിന്റെ വിചാരണയും അന്വേഷണവും ഒക്കെ പല രീതിയിൽ വൈകിപ്പിക്കുവാനും താമസിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച കേസാണ് അഭിമന്യു വധക്കേസ്. ഇന്നിപ്പോൾ കോടതിയിൽ നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം പറഞ്ഞതുപോലെ കൊലപാതകം നടന്നൊരു 8 വർഷത്തിന് ശേഷം ആരംഭിച്ച വിചാരണ എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു അഭിമന്യു വധക്കേസിന്. കാരണം ഇതിൽ പ്രധാനമായും പ്രതികളാണ് വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത്. അതിൽ പലവിധ കാരണങ്ങൾ, പല ന്യായീകരണങ്ങൾ, പല തടസ്സവാദങ്ങൾ എല്ലാം തന്നെ ഉന്നയിച്ച് അവർ മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് അധിക കുറ്റം കൂടി ചുമത്തിയത് ഈ പ്രതികൾക്കെതിരെ. അതായത് കായികമായി ആക്രമിക്കലടക്കം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതാനും സാക്ഷികളെയും ഈ പ്രതികൾ ആക്രമിച്ചിരുന്നു. അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയതിനൊപ്പം തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന മറ്റു ചില ആളുകളെ കൂടി ആക്രമിച്ചിരുന്നു, വിദ്യാർത്ഥികളെ കൂടി ആക്രമിച്ചിരുന്നു ഈ സംഘം. അതുകൊണ്ട് തന്നെ അധിക കുറ്റം കൂടി ചുമത്തി. ഈ അധിക കുറ്റം സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രതികൾ ഹാജരായി അവരെ വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കോടതി കേസ് വയ്ക്കുകയും പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും പ്രതികൾ ഒന്നും തന്നെ ഹാജരായിരുന്നില്ല. അവർ പറഞ്ഞ ഒരു കാരണമെന്ന് പറയുന്നത് തങ്ങൾ കടന്നു വരുമ്പോൾ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു, അതുകൊണ്ട് തന്നെ മാധ്യമ ദൃശ്യങ്ങൾ പകർത്താൻ സാധ്യതയുള്ളത് കൊണ്ട് തങ്ങളെ ഒഴിവാക്കണം, ഓൺലൈനായി ഹാജരാകാൻ അനുവദിക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി അഭിഭാഷകർ ഹാജരാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമെന്നായിരുന്നു. അത് കോടതി പൂർണ്ണമായും തള്ളിയാണ് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വീണ്ടും കോടതിയിൽ നടക്കാൻ പോവുകയാണ്. ജിജീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.